Good morning, dear children. Welcome to the maths class. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ലെസൺ എങ്ങനെ ഉണ്ടായിരുന്നു? Addition and subtraction of numbers up to 99. Wasn't it easy and interesting? So here the chapter 4 is another interesting chapter. It is measurement. മലയാളത്തിൽ എന്താ പറയുക മെഷർമെന്റ്സിന്? അളവുകൾ അല്ലേ? So it's a very interesting and very easy lesson. കേട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ക്ലാസ് കാണണം. ടെക്സ്റ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ മറിച്ച് നോക്കണം. എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. എനിക്കറിയാം നിങ്ങളെല്ലാം ചെയ്യുന്ന കുട്ടികളാണ്, നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ലെറ്റ് us start the class with the chapter 4 measurements. Okay, now measurement വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ബ്ലാക്ക് ബോർഡിന്റെ മെഷർ ഒന്ന് എടുത്താലോ. ബ്ലാക്ക് ബോർഡിന് എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് a length and it has the breadth. അല്ലേ? How to take the measure of the length of this blackboard? But I have a problem. I don't have the scale. I forgot to bring the scale. So how can I take the measure of the length of this blackboard without the help of a scale? എന്ത് ചെയ്യും? മിസ്സിന്റെ കയ്യിൽ സ്കെയിൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പണ്ടത്തെ കാലത്ത് നമ്മളുടെ അപ്പൂപ്പന്മാരുടെ ഏൻഷ്യൻ അല്ലെ, പണ്ടത്തെ കാലത്ത് ഏൻഷ്യൻ ഇന്ത്യയിലൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാര് ജനങ്ങള് മെഷർമെന്റ് എടുക്കാനായിട്ട് they do not have the scale. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരവരുടെ ബോഡി പാർട്സ് കൊണ്ട് തന്നെയാണ് അവർ മെഷർമെന്റ് എടുത്തിരുന്നത് വെച്ച്. ഫോർ എക്സാമ്പിൾ, കയ്യിലെ the distance between the tip of the thumb and the tip of the little finger, നമ്മുടെ തള്ളവിരല് ചെറുവിരൽ അല്ലേ, the distance between the tip of the thumb and the tip of the little finger, it is known as the hand span. So let us measure the length of the blackboard with the hand span. Okay, I am taking the measure. This is 1 from the tip of the thumb to the tip of the little finger. 1. Okay. 2, 3, 4 hand span, 5, 6, 7, 8 and 9. So the length of the blackboard is 9 hand span. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ബുക്കൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ. പ്ലീസ് ടേക്ക് ദ മെഷർ ഓഫ് ദ ലെങ്ത് ഓഫ് യുവർ സ്റ്റഡി ടേബിൾ വിത്ത് യുവർ ഹാൻഡ് സ്പാൻ. നിങ്ങളുടെ കുഞ്ഞി കൈക്ക് ഹാൻഡ് സ്പാൻ വിൽ ബി ലെസ് ദാൻ മിസ്സിന്റെ മൈ ഹാൻഡ് സ്പാൻ. ഓക്കെ, സോ first measure is how to measure the length of an object without the help of the scale or anything. First measure is hand span. Okay, H-A-N-D, hand span. S-P-A-N, hand span. Okay, again we have another way of measuring it, that is we make use of our hand to take the measure. Okay, the distance from your elbow to the middle finger, that is again another unit of finding the length. It is known as the cubit. നമ്മൾ പണ്ട് നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് കയറൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ, റോപ്പ് കയറൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ കടയിൽ പോയി കയറ് വാങ്ങിക്കാൻ നേരം അവര് കയറൊക്കെ മുഴം ആയിട്ടാണ് അളക്കുന്നത്. മുഴം എന്ന് പറയും നമ്മളുടെ ഈ എൽബോയിൽ നിന്ന് മിഡിൽ ഫിംഗറിന്റെ അറ്റം വരെയുള്ള നീളം. ഓക്കെ, ഇനി പണ്ട് പൂക്കാരൻ്റെ അടുത്തുനിന്ന് നമ്മൾ പൂ വാങ്ങിക്കുന്ന മുല്ലപ്പൂക്കെ വാങ്ങിക്കുന്നത് ഇങ്ങനെയാണ്, 1 മുഴം 2 മുഴം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്യൂബിറ്റ്. CUBIT, cubit is the distance from your elbow to the middle finger, tip of the middle finger. കൈമുട്ടിൽ നിന്നും നടുവിരലിന്റെ അറ്റം വരെയുള്ള ലെങ്ത് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്യൂബിറ്റ്. Okay, there is another way of measuring
measuring the length of a place or something with the help of your foot. മിസ്സിന് നല്ലോണം വരയ്ക്കാൻ അറിയില്ല. Anyway, I will try. നമ്മുടെ കാൽപാദം, foot. നമ്മളുടെ കാൽപാദം, that is heel to the tip of the big toe. നമ്മളുടെ കാലിന്റെ ഉപ്പൂറ്റി, from the heel to the tip of the big toe. കാലിന്റെ ഉപ്പൂറ്റി തൊട്ട്, മലയാളത്തിൽ പറഞ്ഞതാണ്, from the heel to the tip of the big toe. ഉപ്പൂറ്റി തൊട്ട് തള്ളുവിരലിന്റെ അറ്റം വരെയുള്ള ലെങ്ത്, that is known as, if this is the hand span, this is known as the foot span. Foot span. Here double O T S P A N, foot span. Okay. Again, another way of measuring the length of a place or a ground, we can make use of our leg. നമ്മൾ നടക്കുമ്പോൾ നടന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. When you walk, see, if you want to take the measure of a length of the playground, from one end of the playground you start walking. Distance from your back foot, distance between the back foot to the front foot. When you walk, നമ്മൾ കാല് മാറി മാറി വെക്കുമ്പോഴാണല്ലോ നടന്നു പോകുന്നത്. When you walk, distance from your back foot to the front foot, that is known as the pace. അപ്പോൾ ഒരു ഗ്രൗണ്ടിന്റെ the length of a playground can be measured in 100 pace or 200 pace. Okay, it is P-A-C-E. So we have the hand span, we have the cubit, and we have the foot span, and we have the pace. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പണ്ടത്തെ ആൾക്കാർ മെഷർമെന്റ് ഒക്കെ എടുത്തിരുന്നത്. ടുഡേ വി ഹാവ് ദ, നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ട്, വി ഹാവ് ദ സ്കെയിൽ, നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ടേപ്പ് ഉണ്ട് അല്ലേ. ഈ ടൈലർ, when you go to a tailor shop, means a tailoring center, they will take the measure of your body or the cloth you give with the help of a tape, isn't it? So tape can be used to measure the length of a plot or a ground. They have another tape other than the meter tape used by the tailor, that there is another tape. So with the help of these equipments we take the measure nowadays, but in ancient days, means കുറെ കാലങ്ങൾക്ക് മുമ്പ് people used to take the measure of the different things or objects or ground or house, any plot, with the help of hand span, pace, cubit, foot span, etc. Okay, now these are all very interesting things. പക്ഷേ ഇപ്പോ മിസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം പറയണം. മിസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോർ യുവർ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ യുവർ ലെസൺ, ബട്ട് മൈ ഹാൻഡ് സ്പാൻ, ദാറ്റ് ഇസ് മൈ ഹാൻഡ് സ്പാൻ ആൻഡ് യുവർ ഹാൻഡ് സ്പാൻ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ. നമ്മളുടെ കയ്യിൽ ഒരു വലിയ ആളുടെ ഹാൻഡ് സ്പാൻ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം എ കിഡ്, ഒരു കുട്ടിയുടെ ഹാൻഡ് സ്പാൻ. അപ്പോൾ ദി ഹാൻഡ് സ്പാൻ, ദിസ് മെഷർ ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ or pace or cubit are not standard, not uniform. It vary from people to people, alle. It vary from person to person. So these are all non-standard units of measurement. These are all non-standard units of measurement. The standard unit of measurement is meter, which you will learn in your second standard. Okay, now let us come to the lesson. We have the lesson chapter 4 with the measurement, and we have learn hand span, cubit, foot span, etc., etc. Now we move to the next section, that is how to compare the weight of two objects. Weight, what's the meaning of weight? Another word for weight, mass. Your elder sisters or brothers, they will use you might have heard the word mass in their physics book. When they learn their physics subject, you might have heard that term mass. Another word for weight, നമ്മുടെ മലയാളത്തിൽ നമ്മൾ എന്തെന്ന് പറയും, ഭാരം അല്ലേ. അപ്പോൾ ഭാരം കൂടുതലുള്ളത്, ഭാരം കുറവുള്ളത് അല്ലേ. I am, me, I am heavier than you because ഞാൻ നിങ്ങളെക്കാൾ വലുതാണ് അല്ലേ. I am heavier than you. എൻ്റെ വെയിറ്റ് will be different from, will be
entirely different from your weight. Less weight and I will be with the more weight. Just like my chalk piece. In the kaila I have a chalk piece here and I have a remote. Okay, chalk piece and a remote. Let us compare the weight of these things. Chalk piece less weight. What about a remote when compared to the chalk piece? Remote has more weight, isn't it? It is what do you call this chalk piece? We call it as a lighter object. Lighter object, and we call this remote as a heavier object, isn't it? Just like me and you, I am heavier than you, and you are lighter than me. What about the duster and the scale? Duster and a scale, or duster and a remote. Duster very light, but remote compared to the duster it is heavy, isn't it? So object with the more weight we call them as heavier object, and object with the less weight we call them as lighter object. That these type of problems are asked in your exercise in the page number, let me take the page, in page number 105, exercise 4.2. You are given different objects like laptop, telephone, and a computer, monitor, then a mobile. You have to compare the weight of this object. You have to identify the lighter one and you have to identify the heavier one. And another set, your bicycles, 3 types of bicycle used by the grown-up people and the bicycle used by the kid. You have to compare their weight, identify the lighter object and the heavier object. Okay, so these are all very interesting problem that you please do in your textbook itself. Just to circle the heaviest object in red. You have to make yourself a red crayon to circle the heavier object, and the lighter or lightest, when a set of objects are given more than 2, means 3 or more objects are given, the heavier object we call them as heaviest. Okay, you have to circle the heaviest object with the red color and you have to circle the lightest object in green color. That's exercise 4.2. Okay, let us move to the next section of it. That's the last section of the chapter. Isn't the chapter interesting? The last section of your chapter is capacity. What's the meaning of capacity? See, your mother is preparing mango juice. Okay. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോവാം. അപ്പോൾ ഞാൻ അതിനകത്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമാണ് മാംഗോ ജ്യൂസ്, നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ള വലിയ ഗ്ലാസ് എടുത്തോണ്ട് വരും അല്ലേ? എന്തിനാ? ബിക്കോസ് ആ വലിയ ഗ്ലാസ്സിൽ നമുക്ക് കുറേ അധികം ജ്യൂസ് കിട്ടും അല്ലേ? ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ മോർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? That glass has the capacity more than other glass. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? We will select that glass. അല്ലേ? Just like 2 bottles. I have 2 bottles in front of me. I have 2 bottles. Okay. What about this object? It can hold less water when compared to this bottle, isn't it? This bottle can hold more water. So this is with the more capacity. 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 And this one, it can hold less water when compared to this bottle. So this is with the less capacity. അപ്പോൾ നമ്മൾ capacity എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? The measure or the quantity of water or any liquid. Water തന്നെ ആവണമെന്നില്ല. Any liquid a container can hold is the capacity. So we say this bottle is with the more capacity and this bottle is with the less capacity. Okay, so the last section was capacity. Again, on that capacity section you are given the next exercise 4.3. Circle the container that has the higher capacity. What's the meaning of higher capacity? Just like more capacity, കൂടുതൽ capacity, more capacity or higher capacity.
Okay, so you have to circle the container. You are given a bowl, you are given a large one, a large bowl and a small one. You have to circle the container that has higher capacity or more capacity. So that's a very interesting problem. And so what all things we have learned today? We have learned that how to measure the length of an object or length of a classroom or a playground without the help of any scale or any tape. We can make use of the hand span, foot span, cubit, pace. These are the ways we can measure without the help of the scale or any meter tape. Then, what else we have learned? We have learned how to compare the weight of two objects. More weight, heavier, lightweight, lightest, isn't it? Heaviest object, lightest object. Heavier, lighter. Okay. Then we have the capacity. What is the capacity? The quantity of water a container can hold. We have learned bottles, or we have learned containers will have different capacity, higher capacity or more capacity, less capacity. Okay. So these are there for in your chapter. So with this, let us stop the class here. I'll give the notes and your problems through the WhatsApp. So if you have any doubt, when I come for the online section, please ask me the doubt. That's enough for today. Thank you and bye bye.